നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഉണക്ക മാന്തൽ കറി നമുക്ക് തയ്യാർ ചെയ്തെടുക്കാം. മാന്തൽ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 3 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇനി വേണ്ടത് കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. അതേപോലെ 1 സ്പൂൺ അളവിൽ കടുക് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ എണ്ണയിൽ കിടന്നൊന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് ചെറിയൊരു പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചതോടെ നമുക്ക് ചേർക്കണം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 8-9 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ നല്ല നീളത്തിലരിഞ്ഞതാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വെളുത്തുള്ളി ചേർക്കുന്നതനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഗ്രേവിക്ക്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പച്ചമുളക് ചതച്ചതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നടുവേ കീറിയതാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ചേർക്കാം. വെളുത്തുള്ളിയൊക്കെ നല്ലൊരു ബ്രൗൺ കളറിലൊന്ന് വാടി വരുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കണം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 4 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു എണ്ണയിൽ കിടന്ന് നമ്മുടെ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് ചേഞ്ചായി നന്നായി സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഫ്രഷായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു തക്കാളി, നാടൻ തക്കാളി ഒരു 5 എണ്ണം ഉണ്ട്. അപ്പോൾ അത് മുറിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ആ ഒരു എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. ചെറുതായിട്ടൊക്കെ ഒന്ന് തുറന്ന് വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. തക്കാളി വേവാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. ഇതെന്തായാലും ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളിൽ ഞാൻ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ മല്ലി, അതേപോലെ 1/4 ടീസ്പൂൺ അളവിൽ കുറച്ച് കായം കൂടെ ചേർക്കുന്നുണ്ട്. ഉണക്ക മാന്തളിൽ എന്തിനാ കായം എന്നായിരിക്കില്ലേ, കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇതുവരെ നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചേർത്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടാവും. കാരണം അതിങ്ങനെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ആ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റാണ്, നല്ലൊരു മണമാണ്. എനിക്കതൊരു ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. താല്പര്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കായം, അല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. ഇനി ആ പൊടികളുടെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് കുറച്ച് സമയം ഇങ്ങനെ വഴറ്റണം, ഒരു 10 മിനിറ്റെങ്കിലും എടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. നന്നായിട്ട് ആ മുളക് പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് വരണം. അതിന് ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ അളവിൽ വെള്ളം കൂടെ ചേർക്കാം. അപ്പോൾ ഇനി 1.5 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു വെള്ളത്തിൽ കിടന്ന നമ്മുടെ ആ ഗ്രേവിയൊക്കെ നന്നായി ഒന്ന് തിളച്ച് തക്കാളിയുടെ ആ ഒരു പുളിപ്പൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇതൊന്ന് തിള വരട്ടെ. അതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമുക്കിനി തയ്യാറാക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉണക്കമാന്തൽ ചേർത്ത് കൊടുക്കാം. എല്ലാ മീനും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കാം.
പിന്നെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചട്ടീനെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ചെറുതായിട്ട് എല്ലാ മീനും ഇട്ട് കഴിഞ്ഞു. ഇനി ചെറുതായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ മാന്തളിലെ ആ പുളിപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കാനുണ്ട്. ഈ ചേർത്തിട്ടുള്ള ആ ഒരു 1.5 ഗ്ലാസ് വെള്ളം അല്ലേ, ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കുറുകി വരാനുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതാ നമ്മുടെ മാന്തളൊക്കെ നന്നായി വെന്ത് നമ്മൾ ചേർത്ത വെള്ളം കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം എരിവും പുളിപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന് മുകളിലായിട്ട് സ്വല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നമുക്കിത് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കണോ? വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.